സുഹൃത്തുക്കളെ, മെറ്റാ ട്രേഡർ 4ൽ എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതൊരു ഡെമോ അക്കൗണ്ടാണ്. മെറ്റാ ട്രേഡർ 4ൻ്റെ അക്കൗണ്ടാണിത്. മെറ്റാ 4 ട്രേഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഒരുപാട് കറൻസികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ബൈ ഓർഡറോ സെൽ ഓർഡറോ ഇടുന്നതിന് മുന്നേ ക്യാൻഡിൽ സ്റ്റിക്കും ചാർട്ടുകളെല്ലാം നോക്കി വ്യക്തമായി പഠിച്ചതിന് ശേഷമേ ഈ ഒരു ട്രേഡിങ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ വലിയൊരു ലോസ് സംഭവിക്കുന്നതാണ്. പിന്നെ ചെറിയ അക്കൗണ്ടുകളൊക്കെ ആണെങ്കിൽ മാക്സിമം ചെറിയ ലോട്ട് എടുത്ത് ഫസ്റ്റ് തന്നെ ചെയ്യുക. ഇപ്പം എങ്ങനെ ഒരു കറൻസി ബൈ ചെയ്യുക എന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം. AUD USD എടുത്ത് നോക്കാം നമുക്ക്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഓർഡർ, ഓപ്പൺ ചാർട്ട് എന്നീ 2 ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പം ഈ ഓപ്പൺ ചാർട്ടിൽ നോക്കി നമ്മൾക്ക് ക്യാൻഡിൽ സ്റ്റിക്കിനെ പറ്റി പഠിക്കാൻ സാധിക്കുന്നതാണ്. അത് നോക്കി പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ടോപ്പിലൊരു പ്ലസ് ബട്ടൺ ഉണ്ട് റൈറ്റ് സൈഡിൽ, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചതൊരു 1 ലോട്ടാണ്. പക്ഷേ അത് ഞാൻ 0.01 ലോട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടെയാണ് ലോട്ട് സൈസ് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് ഈ 0.7183 ബൈ ചെയ്യുകയാണ്. അപ്പം ബൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ടേക്ക് പ്രോഫിറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസും ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടേക്ക് പ്രോഫിറ്റ് എപ്പോഴും പ്രോഫിറ്റ് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. സെൽ ഓർഡർ ഇടുകയാണെങ്കിലും നമ്മൾ പ്രോഫിറ്റ് റൈറ്റ് സൈഡിൽ വരും. അപ്പം ടേക്ക് പ്രോഫിറ്റ് ഇവിടെയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രോഫിറ്റ് 7209000 വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയിട്ട് നമ്മൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ ഇത് ബൈ ആണ് ചെയ്യുന്നത്. ഇനി സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. $7100 നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടിവിടെ ബൈ ഓർഡർ പ്ലേസ് ചെയ്യുക. ബൈ ഓർഡർ ഇവിടെയാണ്. ഇവിടെ ബൈ ഓർഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബൈ ആയിട്ടുണ്ടാവും. ഇപ്പോൾ -0.18 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേലോട്ടുള്ള ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബൈ ചെയ്തതും സെല്ല് ചെയ്തതുമായ കറൻസികൾ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ അടുത്തൊരു മെസ്സേജ് പോലത്തൊരു ബോക്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്ത എല്ലാ കറൻസികളും കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ക്യാൻഡിൽ സ്റ്റിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ആ കറൻസിയുടെ ചാർട്ട് കാണിക്കുന്നതാണ്. അതേപോലെ തന്നെ വീണ്ടും നമ്മൾക്ക് മറ്റേതെങ്കിലും കറൻസികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 ഏറോ മാർക്കുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വീണ്ടും ഒരുപാട് കറൻസികൾ വന്നത് കാണാൻ സാധിക്കും. ഇതിൽ തന്നെ നമുക്ക് USD CAD എന്ന് പറഞ്ഞ ഒരു കറൻസി എടുത്തിട്ട് നോക്കാം. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സെല്ലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാർട്ട് നോക്കിയതിന് ശേഷം സെല്ല് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് കണ്ടിട്ട് സെല്ല് ചെയ്യാൻ പറ്റിയൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് സെല്ലെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ തന്നെ ടേക്ക് പ്രോഫിറ്റ് ഇവിടെ സെറ്റ് ചെയ്യുക. സെല്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ 1.31887 ആണ്. അപ്പോൾ 1.300 ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യുക.
സ്റ്റോപ്പ് ലോസ് നമ്മൾ ചെയ്യുന്നത് 1.3200 എന്നിട്ട് സെൽ ഓർഡർ പ്ലേസ് ചെയ്യുക. ഇപ്പോൾ സെൽ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 ഓർഡർ ഇട്ട് വെച്ചാണ് നിങ്ങൾ കാണുന്നത്. കൂടുതൽ ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.